എൻ്റെ പൊന്നു സി പി എമ്മുകാരാ, എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. പൊന്നു പ്രേക്ഷകരെ, സി പി എം പുറത്തുവിട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ, അതായത് ജയിച്ചാൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരൊക്കെ എന്ന ഒരു ലിസ്റ്റ്, ചെറിയൊരു ലിസ്റ്റ്, ഊഹാമോഹത്തിലൊരു ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ആ ലിസ്റ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതിപ്പോൾ ഞാൻ വായിച്ചു തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ്. പൊന്നു സഖാക്കളെ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ഒന്നിനൊന്നിന് മികച്ച നേതാക്കളാണ്. കെ സുധാകരന്, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, എന്തിന് വേണം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂടത്തിൽ, കെ മുരളീധരൻ, ഇവരൊക്കെ സി പി എമ്മിന്റെ. ഞാനൊരു കാര്യം പറയുകയാണ് പൊന്നു സി പി എംകാരൻ, നിങ്ങളെ ഞാൻ തമാശ ആക്കുന്നതല്ല. അതായത് നിങ്ങൾക്കുള്ളത് ഒരൊറ്റ നേതാവാണ് പിണറായി വിജയൻ. നേരെ മറിച്ചിട്ട് കോൺഗ്രസിന് അങ്ങനെയല്ല. ഒന്നിനൊന്നിന് മികച്ച എത്രയോ നേതാക്കളുണ്ട്. അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ പെൺകുട്ടി വെള്ളി വിളിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മെയ് 4 വോട്ടെണ്ണി കഴിഞ്ഞാൽ പിണറായി വിജയൻ വിജയിക്കുമെന്നും സി പി എം ഏകദേശം 110 സീറ്റ് നേടുമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടി പറയുന്ന കാര്യം, വെള്ളി വിളിക്കുന്ന വീഡിയോ ഞാൻ വെച്ചിട്ട് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആരാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാവുന്ന? ആദ്യം വരുന്നത് മഹാനായ നമ്മുടെ റിയാസ് ആണ്. ഒരൊറ്റ കാര്യം പറയുന്ന എൻ്റെ പൊന്ന് സി പി എംകാര, നിങ്ങൾ എൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കണ്ട. ആദ്യം അയാളത് ജയിക്കട്ടെ മറ്റന്നാള്. ഈ റിയാസ് ജയിക്കൂല എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അവിടെ PV അൻവർ ജയിക്കുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളും പറയുന്നത്. ആ റിയാസ് മുഖ്യമന്ത്രി ആയാലും ഒരു അവസ്ഥ കോമഡിയാണോ ഇതൊക്കെ? എന്ത്, നമ്മൾ ദിലീപിന്റെ CID മൂസിയാണോ കാണുന്നത്? ഞാൻ റിയാസിനെ തള്ളിപ്പറയുന്നതല്ല. മുഖ്യമന്ത്രി ആവാൻ അർഹതയില്ല റിയാസിന്. ഞാൻ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് പറയും. മുഖ്യമന്ത്രി ആവേണ്ടത് റിയാസ് ആണോ? രണ്ടാമത് ശൈലജ ടീച്ചർ. അതായത് മറ്റേ ഷാഫി പറമ്പിലിനൊപ്പം എത്ര 25,000 30,000 വോട്ടിന് ജയിക്കുമെന്നാണ് സി പി എമ്മുകാർ എല്ലാവരും ശൈലജ ടീച്ചറെ പറഞ്ഞത്. അത്രയും വലിയ നേതാവാണ് ശൈലജ എന്ന്. എന്നിട്ട് എന്തായി? 1.5 ലക്ഷം ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചില്ലേ? ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാവോ? ഇങ്ങനെയുള്ള ലിസ്റ്റ് എന്തിനു തയ്യാറാക്കുന്നു? ഉറപ്പാണ് സി പി എമ്മിന് ഭരണം കിട്ടൂല എന്ന് 100ൽ 100% ഉറപ്പായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ലിസ്റ്റ് സി പി എം തയ്യാറാക്കുന്നത്. ഓക്കെ. മൂന്നാമത് MV ഗോവിന്ദന്റെ പേരാണ് വരുന്നത്. എന്ത് കോമഡിയാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ഈ ഇലക്ഷനിൽ തോക്കുമെന്ന് എല്ലാ സർവേയും എല്ലാ എക്സിറ്റ് പോളും പറയാനുള്ള ഒരൊറ്റ കാരണം, മികച്ച നേതാവില്ല എന്നതാണ്. പിണറായി വിജയൻ മാത്രമാണ് ഒരു നേതാവായിട്ടുള്ളത്. ആ പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധത മടുത്ത് എല്ലാവർക്കും അല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ പൊന്നു പ്രേക്ഷകരെ? നിങ്ങൾ പറയണം. അതായത് 10 കൊല്ലം ഭരിച്ചിട്ട് പിണറായി വിജയൻ കേരളത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു? ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു സഖാവ് പെൺകുട്ടി പിണറായി വിജയൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഒന്നൊന്നിനായിട്ട് മറുപടി കൊടുക്കാം. ഓക്കെ. ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞ് പിണറായി വിജയന് റിസൾട്ട് വരുന്നതിന് മുമ്പേ യാത്ര അയക്കാൻ കുറച്ചു പേര് കാത്തിരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ. അവരോടൊക്കെ എത്ര 1 2 വേണമെങ്കിലും പറഞ്ഞു. എന്താണാവോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ചാരമാണെന്ന് കരുതി ചെകയാൻ നിൽക്കണ്ട. കണ്ണിൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. അതെ, പൊള്ളും. കാരണം നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ്. എതിർപക്ഷത്ത് നിൽക്കുന്നത് പിണറായി വിജയനാ? എന്തെന്നാണ് പറയുന്നത്? പിണറായി വിജയനാ? അയാളായത് കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ജയിക്കുന്നത്. അതറിയാം മോളെ നിനക്ക്? ബാക്കിയും കൂടി കേട്ടോ. അയാളെ അത്ര പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. കേരളത്തിൽ വികസനം മാത്രമല്ല, ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകൾ എടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഓ ആണോ? എന്താണാവോ? വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നട്ടെല്ലു വളയ്ക്കാതെ നിലപാടുകൾ പറയാൻ കഴിവുള്ള ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആണോ? എന്ത് നല്ല കോമഡിയാണല്ലേ. ബാക്കിയും കൂടി കിടന്നോക്കാം. ബീഫ് നിരോധനം, പൗരത്വ ഭേദഗതി ബില്ല് പോലെയുള്ള കാടൻ നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആർജവമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് പിണറായി അല്ല, MV ഗോവിന്ദനായാലും ശൈലജ ടീച്ചർ ആയാലും രമേശ് ചെന്നിത്തല ആയാലും ആരായാലും അങ്ങനെ തന്നെ പറയും. ഇത് കേരളമാണ്. ഓക്കെ. ബാക്കിയും കൂടി കേട്ടത്. അതിനിപ്പോ പിണറായിക്ക് പൂമാല ഇടണം. ബാക്കിയും കൂടി കേട്ടത്. പ്രളയവും നിപ്പയും കൊറോണയും പോലുള്ള ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നപ്പോഴും മലയാളികളെ ചേർത്ത് പിടിച്ച ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ഓ, അതൊന്നും പറയണ്ട. എത്ര പൈസയാണ് പിണറായി വിജയൻ മുക്കിയത്? വയനാട് ദുരന്തം പറഞ്ഞിട്ട് പൈസ മുക്കി, പ്രളയം വന്നപ്പോൾ പൈസ മുക്കി, കോവിഡ് വന്നപ്പോൾ പൈസ മുക്കി, എന്നിപ്പോൾ വന്നപ്പോൾ പൈസ മുക്കി. എന്താ നീയൊക്കെ എവിടെയാണ് എൻ്റെ പൊന്നു? ഈ പെൺകുട്ടി ഗൾഫിലാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം ഞാൻ നോക്കി. ഓക്കെ. ഇവർക്ക് കേരളത്തിൻ്റെ സ്ഥിതി അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പൊന്നു പെൺകുട്ടിയോട് ഒരൊറ്റ കാര്യം പറയുകയാണ്. പൊന്നു മോളെ, ഒന്ന് കേരളത്തിൽ വരണം. കേരളത്തിൽ വന്നിട്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ?
ഒന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, R ശങ്കർ, C അച്യുതമേനോൻ, K കരുണാകരൻ, AK ആന്റണി, CH മുഹമ്മദ് കോയ, നായനാർ, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, അങ്ങനെ എണ്ണം പറഞ്ഞ പല പ്രഗത്ഭരും കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം നടത്തി 10 കൊല്ലം ഭരിച്ചു പൂർത്തീകരിച്ച ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളൂ, അതാണ് പിണറായി വിജയൻ. എന്നാൽ ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, EMS ആണ് CPMന്റെ ആദ്യ മുഖ്യമന്ത്രി കേരളത്തിന്റെ. എന്നാൽ പൊന്നുമോള് CPMന്റെ ഏറ്റവും അവസാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഓക്കെ, എഴുതി വെച്ചോ നീ, ഇത് ഞാൻ പറയുന്ന വാക്കാണ്. അതായത് ഇനി ഒരിക്കലും LDF സർക്കാർ കേരളത്തിൽ രൂപീകരിക്കൂല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. ട്രെൻഡ് കാരണം ഒക്കെ ഇനി കുറഞ്ഞത് 15 വർഷം UDF ഭരിക്കും. അതിനുശേഷം എന്താവും എനിക്കറിയില്ല. പുതിയ ഏതെങ്കിലും ഒരു പാർട്ടി വന്നാൽ CPM പാർട്ടിന് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പേര് എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും അത്ഭുതം നടക്കണം ഇവിടെ കോൺഗ്രസിൽ നിന്ന് ഇനി ഭരണം പോകാനെങ്കിൽ. ഓക്കെ, ബാക്കി കൂടി കേട്ടോ. ആ പിണറായി വിജയനെയാണ് റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ബൈ പറയുന്നത്. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ അത് അമിതമാകരുത്. അമിതമായാൽ കഴിഞ്ഞ 2016-ലും 2021-ലും കരഞ്ഞതുപോലെ കരയേണ്ടി വരും. ഓ ആണോ? എൻ്റെ പൊന്നുമോളെ, നിനക്ക് എന്തെങ്കിലും അറിയോ? അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ബളബളാന്ന്? ഇവരുടെ ഇൻസ്റ്റഗ്രാം മൊത്തത്തിൽ പിണറായി വിജയൻ വലിയൊരു മഹാനാണ്, പിണറായി വിജയൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. എന്ത് കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. ഈ പൊന്നുമോളോട് ഒരു കാര്യം പറയുകയാണ്, പൊന്നാര മോളെ, എനിക്ക് പേഴ്സണലി പാർട്ടി ഒന്നുമില്ല. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അവസ്ഥ അറിയും. അതായത് നാളെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് കോൺഗ്രസ് വൃത്തികേട് കാണിച്ചാൽ ഞാൻ വിളിച്ച് പറയും, പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു എന്നാണ്. ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല മോളെ, അതറിയാം നിനക്ക്. പിണറായി വിജയൻ പൈസ കൊടുക്കണം. എന്തൊക്കെ നികുതി, ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിൻ്റെ വില, എന്തെങ്കിലും സാധനം വാങ്ങാൻ പറ്റുന്നുണ്ടോ? കിറ്റ് കിട്ടുന്നുണ്ടോ? അരി കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ മോളെ? 10 വർഷം പിണറായി വിജയൻ അധികാരത്തിൽ ഭരിച്ചു എന്ന് പറഞ്ഞു. 10 വർഷം ഭരിച്ചു. എങ്ങനെ ഭരിച്ചു? 5 വർഷം മറ്റേ ഈ പ്രളയമൊക്കെ ആയപ്പോൾ കിറ്റ് കൊടുത്തു ഇങ്ങേര്. കിറ്റ് മാത്രം, കിറ്റ് പഞ്ചസാരൻ്റെ കെട്ട് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങേർ കോട്ടിട്ടത്. 2ാം തവണ ഓണത്തിന് പോലും ഒരു 5 കിലോ അരി പോലും ഇങ്ങേർ കൊടുത്തോ? ഇത്തിരി ബോധത്തോട് സംസാരിക്കണം. പൊന്നുമോളോട് പറയുകയാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്, ഇത്തിരി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് സംസാരിച്ചാൽ ഇത്തിരി കൊള്ളാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇനി കേരളത്തിൽ നിന്ന് പിണറായി വിജയനെ ബൈ പറഞ്ഞ് വിടണമെങ്കിൽ അത്രക്കും വലിയ ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ അലയടിക്കണം. അങ്ങനെ ഒരു തരംഗം ഉണ്ടാകാനുള്ള ഒന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് നീ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നീ ഗൾഫിലല്ലുള്ളത്. ഇവൾ കൂടുതലായി ഗൾഫിലാണ്. ഇവളുടെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും. പൊന്നുമോളെ, നീ ഒന്ന് കേരളത്തിൽ വാ, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു നല്ല ബന്ധുക്കളോട് ചോദിച്ചു നോക്കി ഇവിടുത്തെ അവസ്ഥ. അവർ പറഞ്ഞുതരും. ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല മോളെ. ഉറപ്പായിട്ട് ഞാൻ 3ാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചിട്ട് മരിക്കേണ്ടി വരും. ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. വലിയ വലിയ യൂട്യൂബേഴ്സായ സീക്രട്ട് ഏജന്റ്, അൽത്താഫ് വ്ളോഗ്സ്, ഓരൊക്കെ എല്ലാവരും പറയുന്നതാണ്. അവർക്കൊക്കെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. എൻ്റെ പൊന്നുമോളെ, നീ വന്നിട്ട് ഒരു 4 മാസം നിന്ന് നോക്കാം. അപ്പോൾ നിനക്കറിയാം ഇവിടുത്തെ അവസ്ഥ എന്തെന്നൊക്കെ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പൊന്നു മനുഷ്യന്മാരെ, ഞെട്ടിക്കുന്ന നടുക്കുന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മോന്, അതായത് അവനോട് ആദ്യം ഒരു കാര്യം പറയാം. മിസ്റ്റർ പിണറായി വിജയൻ്റെ മകനെ, നീ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഇവിടെ ഭരിക്കുന്ന CMൻ്റെ മോനാണ്. അപ്പോൾ നിന്നെ കാണുമ്പോൾ ഒരു പക്ഷേ സെൽഫി എടുത്തേക്കാം, നിന്നെ കാണുമ്പോൾ ഫോട്ടോ എടുത്തേക്കാം, നിന്നെ കാണുമ്പോൾ വീഡിയോ എടുത്തേക്കാം. കാരണം നീ വലിയൊരാളാണ്. നിനക്കറിയില്ലെങ്കിലും നിനക്ക് ബോധമില്ലെങ്കിൽ നീ വലിയൊരാളാണ്. അപ്പോൾ ഇന്നലെ ഏതോ ഒരു അമ്പലത്തിലേക്ക് പോയ സമയത്ത് അവിടെ ഷൂട്ട് ചെയ്തു, വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കുകയാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെ മകന്. അതായത് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും പിണറായി വിജയൻ്റെ മോനെന്ന് അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ഇട്ട് കഴിഞ്ഞാൽ തെറിയോട് തെറിവിളിയാണ്. എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയുടെ ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. മുഖ്യമന്ത്രിയുടെ മകന്റെ ഗുരുവായൂർ സന്ദർശനം പകർത്തിയ മാധ്യമപ്രവർത്തകന് മർദ്ദനം. പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂരിലെത്തിയത് കുടുംബസമേതം. നിർബന്ധിച്ച് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക മാധ്യമപ്രവർത്തകൻ രാജുവിനെ ദേവസ്വം സെക്യൂരിറ്റിയാണ് മർദ്ദിച്ചത്. ദൃശ്യം പകർത്തിയ മറ്റുള്ളവരോട് വിവേകിന്റെ കൂടെയുണ്ടായിരുന്നവരും തട്ടിക്കയറി. വിവരങ്ങളുമായി സൂരജ് സജി നമുക്കൊപ്പം. സൂരജ് സജി, ദൃശ്യം പകർത്തിയതിന് മർദ്ദനം എന്തിനാണ്? എന്താണ് അവിടെ നടന്നത്? സുജയ, ഇന്നാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂരിൽ കുടുംബസമേതം ദർശനത്തിനെത്തുന്നത്. ഈ ദർശനത്തിനെത്തുന്ന വിവരമറിഞ്ഞ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക നേരെയാണ് ഗുരുവായൂർ സെക്യൂരിറ്റി ജീവനക്കാർ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവർ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് നിർബന്ധിച്ച് ഫോൺ വാങ്ങി ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഈ മർദ്ദനമടക്കം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകനുമായി സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം. അതിനുശേഷവും ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകന് നേരെ ഉണ്ടായത്. ഈ ഗുരുവായൂരിനെ സംബന്ധിച്ച് അവിടെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ഈ റീൽ
റീലുകളും മറ്റു കാര്യങ്ങളും ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത്തരം ഒരു നിയന്ത്രണം നിലനിൽക്കുന്ന സ്ഥലത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളെ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ നമ്മൾ കാണുന്ന ചിത്രങ്ങളിലുള്ള ഭാഗം ഏതാണ്? ഇപ്പുറത്തെ താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന സ്ഥലത്തിന് അടുത്തായല്ലേ, അകത്തേക്ക് കയറുന്ന ഭാഗത്തല്ലേ, നിയന്ത്രണമുള്ള ഭാഗത്താണോ ഈ ദൃശ്യം എടുത്തത്? നമ്മളിപ്പോൾ കാണുന്ന ചിത്രങ്ങളടക്കം ഇത് ഒരു തരത്തിലുള്ള നിയന്ത്രണമുള്ള സ്ഥലത്തെ ചിത്രങ്ങളല്ല കൊടുക്കുന്നത്. ഇത് ശ്രീവത്സം അതായത് താമസിക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള താമസ സ്ഥലത്തേക്ക് റെസ്റ്റ് ഹൌസിലേക്ക് വരുമ്പോഴുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇവർ ഈ ദർശനം നടത്തി വരുന്ന ദൃശ്യങ്ങളടക്കം അദ്ദേഹം പകർത്തി. പക്ഷേ അവിടെ സുജയ ഒരു തരത്തിലും ഈ വാർത്തകൾ ചിത്രീകരിക്കുന്നതിന് തടസ്സമുള്ള മേഖലയല്ല. പക്ഷെ ഗുരുവായൂർ ദേവസ്വത്തെ സംബന്ധിച്ച് കുറെ കാലങ്ങളായി ഹൈക്കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സമീപനം ദേവസ്വം സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ആനകൾക്കടക്കം ക്രൂരമായി മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇവർ ഈ ഹൈക്കോടതി ഉത്തരവ് മാധ്യമങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൻ എത്തുമ്പോൾ അതേ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുന്നു, ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ വിവരം പുറത്ത് വാർത്തയായി വന്നാൽ തങ്ങൾ ഹൈക്കോടതിയെ വിവരം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസെടുപ്പിക്കുമെന്ന ഭീഷണി അത് ഈ ദേവസ്വത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. എന്തൊക്കെയായാലും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് പൊന്നു പിണറായി വിജയന്റെ മകനോട് പറയാനുള്ളത്, നീയൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും, സ്വാഭാവികമാണ്. എന്തിനു വേണം ഈ മേഖലയിൽ, യൂട്യൂബ് മേഖലയിൽ ഞാൻ വന്നിട്ട് ആകെ 1 വർഷമായതേ ഉള്ളൂ. എനിക്കെത്ര 1,00,000 ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നെ കണ്ടാൽ ചില ആൾക്കാർക്കെങ്കിലും തിരിച്ചറിയുന്നുണ്ട്, കുറേ ആൾക്കാർക്കൊന്നുമല്ല. 1000 പേർക്ക് കണ്ടു കഴിഞ്ഞാൽ 2-3 പേർക്കെങ്കിലും അറിയുന്നുണ്ട്. അവർ വന്നിട്ട് നമ്മളെടുത്തിട്ട് ചിലപ്പോൾ സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് അടുപ്പം സംസാരിക്കാനോ ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മളൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ നീയൊക്കെ നിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെയാണോ? വളരെ വളരെ മോശം മിസ്റ്റർ പിണറായി വിജയന്റെ മോനെ. ഓക്കെ, ബാക്കിയും കൂടി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ. തൽക്കാലം അതിൻ്റെ ചെയ്യാം.